എവ്രിതിങ് വാസ് ഗുഡ്. പക്ഷേ എവിടെയോ വെച്ച് നമ്മളെല്ലാം നഷ്ടപ്പെടുത്തി. ഇനി നമ്മളിൽ അവർക്ക് അവശേഷിക്കുന്നത് കുറച്ച് വിശ്വാസം മാത്രം. അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിറങ്ങാം. ആൻഡ് വി ഓൾ ദാറ്റ് ഹി ഈസ് വെരി ടഫ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ്. ഹായ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹോം മത്സരത്തിനായി തയ്യാറെടുക്കണം. ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കരുത്തരായിട്ടുള്ള ചെന്നൈയിൻ FC ആണ്. 3 മത്സരങ്ങളിൽ നിന്നും 1 പോയിന്റുമായി ചെന്നൈയിൻ FC പോയിന്റ് ടേബിളിൽ 11ാം സ്ഥാനത്താണ്. ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ 3 മത്സരത്തിൽ നിന്നും 1 പോയിന്റും ഇല്ലാതെ പോയിന്റ് ടേബിളിന്റെ 12ാം സ്ഥാനത്താണ്. ഇനി നമുക്ക് ചെന്നൈയിൻ FCയിലോട്ട് വരാം. അതായത് അവർക്ക് മികച്ച എക്സ്പീരിയൻസ് ആയുള്ള വിദേശ താരങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റിന് വേണ്ടി കളിച്ച മുഹമ്മദ് അലി ദമാമർ, അതുപോലെ എൽസിന്യോ, ആൽബർട്ടോ നുഗുവേറ തുടങ്ങിയ മികച്ച താരങ്ങളൊക്കെ അവരുടെ സ്ക്വാഡിലുണ്ട്. പിന്നെ അവരുടെ ഗോൾ മെഷീനായുള്ള ചീമ ചുക്കുണ്ട്. പുള്ളിക്കാരി ഈ ഒരു സമയം വരെ ടീമിന് ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെ എന്തുകൊണ്ട് ഒരു മികച്ച ടീം തന്നെയാണ് ചെന്നൈയിൻ FC. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയൊരു വിദേശ സ്ക്വാഡ് വെച്ചിട്ടാണ് ഈ ഒരു സീസൺ കളിക്കുന്നത്. അതായത് ഇരു ടീമുകളുടെ എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് കാര്യമുണ്ട്. അതായത് ഇരു ടീമും ഗോൾ അടിക്കാനായിട്ട് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. ബ്ലാസ്റ്റേഴ്സിനാവട്ടെ ഈ ഒരു മത്സരം വളരെയധികം നിർണായകമാണ്. ഈ ഒരു മത്സരത്തിൽ എന്ത് വില കൊടുത്തും ബ്ലാസ്റ്റേഴ്സിന് ജയിച്ചേ പറ്റും. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഫൈനൽ ടച്ചിൽ ആ ഫിനിഷിംഗ് ഇല്ലായ്മ തന്നെയാണ്. അത് ബ്ലാസ്റ്റേഴ്സ് പരിഹരിച്ചെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് ആണ്. ഇത് ഒരു ഹോം മത്സരമാണ്. ഇതിലെങ്കിലും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.